ഹായ് ഹലോ നമസ്കാരം. രാജസാബ് സലാറിനും കൽക്കിക്കും ശേഷം ഈ വയലൻസ്, ബിഗ് ബജറ്റ് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മാറ്റിവെച്ച് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് രൂപത്തിൽ വന്നൊരു പടമായിരുന്നു രാജസാബ്. പ്രഭാസിൻ്റെത് എസ്പെഷ്യലി. പ്രഭാസ് ഫാൻസും മറ്റു കാര്യങ്ങളും എല്ലാവരും കുറച്ചും കൂടി ആ ഒരു ബാക്ക് ടു പ്രഭാസിന്റെ കരിയർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മിർച്ചി, റെബൽ അങ്ങനത്തെ ഒരുപാട് അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കളർഫുൾ ഫാമിലി, ഒരു ഫൺ എന്റർടൈനർ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളായിരുന്നു. സോ അങ്ങനത്തെ ഒരു തിരിച്ചുവരവ് പോലെ ഒരു ഗ്ലിംസും പരിപാടികളും സെറ്റപ്പും ഒക്കെ തന്നൊരു പടമായിരുന്നു രാജാസാം. അതിന്റെ ട്രെയിലർ ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പരിപാടികളായിക്കോട്ടെ, ഇതിനൊക്കെയും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ആ വൈബിനെ ജസ്റ്റിഫൈ ചെയ്തു രാജാസാം. എന്താണ് ആ പരിപാടി, ആ ഹൊറർ കോമഡി പരിപാടി സെറ്റപ്പ്, ഇതൊക്കെ പ്രഭാസ് എങ്ങനെ പ്രസന്റ് ചെയ്തു, അത് ആ പടം ആസ് എ മൂവി അത് എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ടു ബി ഫ്രാങ്ക്, ഇറ്റ് വാസ് വെരി ഡിസപ്പോയിന്റിങ്. വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്രിഞ്ച് ഫെസ്റ്റ്, ലിറ്ററലി ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു. തൊടുന്നതും പിടിക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ ഒരു, ടു ബി ഫ്രാങ്ക്, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ത്രൂ ഔട്ട് ഒരു ക്രിഞ്ച് ഫെസ്റ്റ് മൂവി. അതാണ് രാജാസാബ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. അതിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിലുള്ള ടെംപ്ലേറ്റ് ആയിക്കോട്ടെ, പരിപാടികളായിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, ഈവൻ ആ ഒരു റിലേഷൻഷിപ്സ് കാര്യങ്ങൾ, ഓഫ് കോഴ്സ് പാസം പരിപാടി, ഇതൊക്കെയും വല്ലാതെ ക്രിഞ്ച് ചെയ്യിക്കുന്ന ഒരു പരിപാടികൾ. അത് ഫസ്റ്റ് ഹാഫ് പിന്നെ പറയേ വേണ്ട. ഫസ്റ്റ് ഹാഫിൽ ആദ്യം മുതൽ തുടങ്ങുന്ന ഒരു ക്രിഞ്ച്, അതൊരു ക്രിഞ്ച് ഫെസ്റ്റിവൽ ആണ്. ബാക്ക് ടു ബാക്ക് റൊമാൻസ്, പരിപാടി, ഹീറോയിൻസ്. അയ്യോ, ഈ പടത്തിന് എന്തിനാണ് 3 ഹീറോയിൻസ്? അതും ആ തീരെ ആവശ്യമില്ലാത്ത ഒരുപാട് റൊമാൻസ് പരിപാടികൾ. ഇതിന്റെ സോങ് പ്ലേസ്മെന്റ് പറയേ വേണ്ട. മൊത്തത്തിലും ഒരു മിസ്കാസ്റ്റ് ആയിരിക്കുന്ന, മിസ്പ്ലേസ്ഡ് ആയിരിക്കുന്ന സോങ് പ്ലേസ്മെന്റ്സ്. ഒരൊറ്റ സോങ് പോലും കറക്റ്റ് ആയിട്ട് എവിടെയും കണക്ട് ആവാതെ ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് സോങ് പ്ലേസ്മെന്റ്സ്, പരിപാടികൾ, ഡാൻസുകൾ, ആ റൊമാൻസുകൾ, ഇതിൽ ഒരു കണക്ഷനും സ്റ്റോറി ആയിട്ടോ എന്തുമായിട്ടോ അതൊരു കണക്ട് ആവുന്നില്ല, ആൾക്കാരുമായിട്ട് കണക്ട് ആവുന്നില്ല. ചില കോമഡികൾ ഉണ്ട്, ചില കോമഡികൾ ചിലപ്പോൾ വർക്കായേക്കാം, ചിലത് തീരെ വർക്കാവാതെ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചേർന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. അതിൽ കുറച്ചും കൂടി ഭേദം തോന്നുന്നത് ആ ഒരു പ്രീ ഇന്റർവെല്ലും ഇന്റർവെൽ സീനുകളും. പിന്നെ ഈ ഇന്റർവെല്ലും പ്രീ ഇന്റർവെൽ സീനുകളോട് പടം സ്റ്റോറിയിലേക്ക് കടന്നു, സ്റ്റോറി ആയിരിക്കും ഇനി നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും തുടങ്ങി ക്രിഞ്ച് ഫെസ്റ്റ്. അത് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വരാൻ തുടങ്ങി. മടുപ്പിക്കും പടം. ആ ഒരു സീൻ മൊത്തത്തിൽ മടുപ്പിക്കും. പിന്നെ ഒരു ക്ലൈമാക്സ്, ആ ക്ലൈമാക്സ് ആസ് ഇന്റർവെല്ല് പോലെ കുറച്ചും ഒരു ബെറ്റർ ആയിരിക്കുന്ന ഒരു ക്ലൈമാക്സ്. ഈ ബെറ്റർ എന്ന് ഞാൻ പറയുമ്പോഴും ഇത് ആസ് എ മൂവി കമ്പയർ ചെയ്ത് പറയുവാണ്. ആ മൂവിയിൽ ആകെ കൂടെ ബെറ്ററായി എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ഒരു ഇന്റർവെൽ പോർഷനും പിന്നെ വരുന്ന ആ ഒരു ക്ലൈമാക്സ് പോർഷനുമാണ്. അതും അവിടെയും VFX പരിപാടി ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഒരുമാതിരി കാർട്ടൂൺ കാണുന്ന പോലത്തെ ഒരു പരിപാടി. ഇങ്ങനെ ആദിപുരുഷന്റെ കുറച്ച് ഫൂട്ടേജ് എടുത്ത് ഇവിടെ ആഡ് ചെയ്ത പോലത്തെ ഒരു പരിപാടിയും സെറ്റപ്പ്, അങ്ങനെ ഒരു ഫീലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എസ്പെഷ്യലി പ്രഭാസിനെ ഒരു എനർജറ്റിക് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഒരു എനർജി വല്ലാതൊരു ഡൗൺ ആവുന്നു. ടു ബി ഫ്രാങ്ക്, ലാംഗ്വേജ് സംസാരിക്കുന്ന പരിപാടി, ഞാൻ തെലുങ്കിലാണ് പടം കണ്ടിരിക്കുന്നത്, കുറച്ച് തെലുങ്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ട്. ഇത് മലയാളത്തിൽ അങ്ങനെയുടെ ഡെലിവറി അടിപൊളിയായി വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഒരു പെർഫോമൻസും പരിപാടിയായിരിക്കും. തെലുങ്കിൽ ടു ബി ഫ്രാങ്ക് ഒരു വല്ലാത്തൊരു കേൾക്കാൻ പോലും ഒരു സുഖമില്ലാത്തൊരു ഡയലോഗ് ഡെലിവറി പരിപാടികൾ, അതിന്റെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഒരു ഫീലേ വന്നില്ല. ഒരു മിർച്ചി ലെവലിലേക്കോ അല്ലെങ്കിൽ മിസ്റ്റർ പെർഫെക്റ്റ് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഒന്നും വരാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രഭാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ ഹീറോയിൻസിന്റെ കാര്യം പറയേ വേണ്ടല്ലോ. ടു ബി ഫ്രാങ്ക്, ഗ്ലാമറസ് സൈഡിലേക്ക് തന്നെയാണ് ഈ സിനിമയിൽ ആ ഹീറോയിൻസിനെ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആ സോങ്സിലും റൊമാൻസിലും ഈ പരിപാടികളെ വിട്ടാല് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത മൂന്ന് ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിനും ഒന്നിനും തന്നെ വലിയൊരു ഇൻഫ്ലുവൻസ് എവിടെയും തരാൻ പറ്റുന്നില്ല. വില്ലനായി അഭിനയിച്ച സഞ്ജയ് ദത്ത് ആയിക്കോട്ടെ, പരിപാടികളായിക്കോട്ടെ, അതിനൊന്നും വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. VFX വളരെ മോശം. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് തമനായിരുന്നു. ഒരൊറ്റ സോങ് പോലും അത്രയ്ക്ക് ഹുക്ക് ചെയ്യുന്നതോ പരിപാടികളോ ഇല്ല. BGM കൊണ്ടുള്ള സെറ്റപ്പുകളില്ല. ഡാക്കു മഹാരാജ് അങ്ങനെ കത്തിച്ചൊരു പടമായിരുന്നു ഡാക്കു മഹാരാജ്. അതിന്റെ 7 അയലത്ത് പോലും ഇതിന്റെ ഒരു സോങ്സും BGMഉം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് മോശമായിരുന്നു. സ്റ്റോറി പിന്നെ പറയാൻ വേണ്ടല്ലോ. അങ്ങേര് ആ ഡയറക്ടർ അത് ഏത് ധൈര്യത്തിലാണോ ചെന്നിട്ട് പറഞ്ഞത് പടം മോശമാണെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന്. അങ്ങേര് വീടും പൂട്ടി പോയിക്കാണ് ഈ സമയം കൊണ്ട്. അത്രയ്ക്കും, ടു ബി ഫ്രാങ്ക്, നോട്ട് അറ്റ് ഓൾ വർത്ത് വാച്ചിങ് ഇറ്റ് ഇൻ തിയേറ്റർ. പകുതിയിലധികം സമയം ഞാൻ സീറ്റിൽ ഇങ്ങനെ താടിക്കും കൈയും വെച്ചിട്ട് എന്റെ അമ്മോ എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയൊരു പടമായിരുന്നു ഇത്.
ടു ബി ഫ്രാങ്ക് കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ്, കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് മണി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു പടം. സോ നിങ്ങളുടെ ഒരു റിസ്കിൽ നിങ്ങൾക്ക് പടം വേണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. കാണാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുതെ വഷളാക്കുന്നില്ല. സോ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റ്മെന്റ്. ദാറ്റ് ഇസ് രാജ സർ. താങ്ക് യു.